ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം പിന്നെ ഒരു വീഡിയോ കൂടെ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഈ ഫുട്ബോളായിട്ടാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അവസാനം ഇട്ടിട്ട് എന്തോ പാർക്ക് ഓവറിൻ്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു. അത് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ നടുക്കിട്ടിട്ട് പോയി. ഇപ്പോൾ നമ്മൾ ഇതായിട്ട് പുതിയൊരു വന്നിട്ടുണ്ട്. നമ്മളിപ്പം നീൽ റോബ് ഉണ്ട്. നീൽ റോബ് എന്തെങ്കിലും പറയൂ? യെസ് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കടുത്ത മഴയാണ് കേരളത്തിൽ. ഇടുക്കി, എറണാകുളം ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഞങ്ങളപ്പം പെസ് കളിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ക്യാരക്ടർ ഒന്നും അങ്ങനെ ഒന്നും സ്കീമില്ല കേട്ടോ. നമ്മുടെ ശരിക്കുള്ള ഗെയിമിലെ അവരോട് വർത്താനൊന്നും പറയാം. അയ്യോ പുറത്തുപോയി. ഓ അത് കൊള്ളായിരുന്നു. എടാ എനിക്ക് കളിക്കാൻ അറിയില്ല കേട്ടോ ഗൈസ്. ചെറുതായിട്ട്. ഓ അതെങ്ങനെ ഉണ്ടായിരുന്നു അത് സീനല്ലായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഓ ഞാൻ ഇങ്ങനെ കേട്ടിട്ട് അത് സീനായിരുന്നു. അത് ഇഷ്ടമല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മര്യാദയ്ക്ക് ഡിഫെൻഡ് ചെയ്യണ ഡിഫൻഡേഴ്സിനെ ഞാൻ അങ്ങോട്ടാക്കിയിട്ട് പൊട്ടത്തരം കാണിപ്പിക്കും. അതാണ് എൻ്റെ കഴിവ്. എന്തുവാടാ ഇത്? അത് കൊള്ളാലോ. ചുമ്മാ അങ്ങോടി പോകുന്നു, ഗോൾ അടിക്കുന്നു. എന്ത് സുഖമല്ലേ. എന്റെ ഡിഫൻസ് ഒക്കെ എനിക്ക് കളിക്കാൻ അറിയാം. ഞാൻ പറയാ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 1-3 പൊട്ടിച്ച് വിട്ടതാ ഗൈസ്. അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞപ്പോ ആര് 3-1 പൊട്ടിച്ചു? ഞാൻ നിന്നെ പൊട്ടിച്ചു. എന്തൊരു സംശയം ഉണ്ടെങ്കിൽ മാച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കാം. മാച്ച് ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുമോ? എനിക്കറിയില്ല. പറ്റുവാണെങ്കിൽ നമുക്ക് നോക്കാം. അത് നല്ലൊരു ഓട്ടമായിരുന്നു. ചുമ്മാ ഓടുന്നു, ഗോൾ അടിക്കുന്നു. ഇത് തന്നെ. പാസ് കൊടുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ വളരെയധികം പണിയാണ്. ഓ ഗോളായാലല്ലേ. ഗോളാവാൻ ഞാൻ ചാവണം. ആ പാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത്രയും പേരെ പിടിച്ച ഒറ്റ പാസ്സായിരുന്നു അവനെ. ജോസ്കോ ഗാർഡിയോളാടാ. ജോസ്കോ ഫുട്ബോളിനെ പറ്റി വലിയ അറിവില്ലാട്ടോ, അതുകൊണ്ട് ക്ഷമിക്കണം എല്ലാരും. അതെ അയ്യല്ലേ ഉദ്ദേശിച്ചേ. ഓടോട് എന്നെ കാണിച്ച്. നിനക്ക് പിന്നെ ത്രോ എറിയാൻ അറിയില്ലാത്തോണ്ട് കുഴപ്പമില്ല. എന്റെ കാലിലോട്ട് തന്നാരെ. അങ്ങനെ തരാൻ അങ്ങനെ തന്നെ. പ്രഷർ. ഓ പാസ്. ഏതാ കളി? ഇത് നേരത്തെ പാസ് പ്രസ് ചെയ്യണോ? എന്നാലാണോ പാസ് ആവുള്ളൂ? നമ്മള് നേരെ അങ്ങോട്ട് ഓടുന്നു. അഞ്ചേ മുട്ടയ്ക്ക് പൊട്ടിക്കാൻ പറ്റുമോ? ഞാൻ ഒന്ന് നോക്കട്ടെ. ഗൈസാനിപ്പോ വരും. നീയാണിപ്പോ കളിക്കുന്നേ? ഹലോ ഇതന്നെ കളി ഇത്രയോ? എന്ത് സുഖാണ് എനിക്ക് ഗോൾ അടിക്കാൻ. ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നില്ലായിരിക്കും കേട്ടോ. ഈ വീഡിയോ ചെയ്തോ. ഇത് ഈ കളി കഴിയട്ടെ. ഒന്ന് പാസ് കൊടുക്ക. ഞാനിതിപ്പോ സ്റ്റോപ്പ് ചെയ്തോ? ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തോ? ഇത് കുഴപ്പമൊന്നുമില്ല. ഈ കളി കഴിയട്ടെ. ഓക്കെ
ഓക്കെ ഓ അത് സീൻ ടാക്കിളായിരുന്നു, അത് കൊള്ളായിരുന്നടാ. ലയണൽ മെസ്സി എവിടെടാ? എൻ്റെ കിലിയൻ എംബാപ്പെ. ടോ 5-0 ഡുണ്ടു. 5 ഇനി നമുക്ക് നിർത്താം. ഈ വീഡിയോ പോസ്റ്റ് 5 കോഴിമുട്ട. 5 കോഴിമുട്ട. ഒരു മാച്ചോടെ മാറാം ഗൈസ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും കേട്ടോ, റിവഞ്ച് ആട്ടോ. ഹാഫ് ടൈമിൽ നീ 5 ഗോൾ അടിച്ചോ? അപ്പൊ 10-0 ആക്കിയാലോ? അടിച്ചാ ഞാൻ ഉറപ്പ് തരാ, ഞാൻ മുട്ടയടിക്കും. ആണല്ലോ, നോക്കട്ടെ ഞാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഉറപ്പായിട്ട് ഞാൻ മുട്ടയടിക്കും. എനിക്ക് വീഡിയോ എടുത്തിരിക്കും, മുട്ട തലയിൽ വെച്ചിട്ട് ഒറ്റ പൊട്ടിക്കലായിരിക്കും. 10 കൊടുക്കാനില്ല, തലയടി ഓടിക്കും മിക്കവാറും. എടാ ഈ ഗോളടിച്ച തൂക്കൂട്ട് ഇത് പൊട്ടിച്ച ആ മര്യാദ എങ്കിലും നിന്നോട് കാണിക്കും. ഓ 10 മുട്ട. വെയിറ്റ് 10 മുട്ട ലോഡിങ്. വെച്ചിട്ട് മുട്ട അതായാലും മതി. ഒരു മുട്ടയുടെ കാശ് നീ എങ്ങനെ കൊടുക്കും? എന്റെ പിന്നെ നിന്നെ സംഭവിക്കും. ഇവിടെ മിഡ്ഫീൽഡറിനെ വെച്ചാൽ ഗോൾ അടിക്കാന്ന് വെച്ചാൽ അത് സംഭവം ചരിത്ര. പക്ഷേ എടാ എന്നാടാ ഷൂട്ട് ചെയ്യാത്ത പൊട്ടൻ? ഒറ്റ ഷൂട്ടാ കൊടുത്തു, എങ്ങോട്ടേലും പോട്ടെ. എടാ വീഡിയോ ഇപ്പൊ ഷൂട്ടിംഗ് അല്ലേ? അതെ ഷൂട്ടിങ്ങാ. വീഡിയോ ഡിലീറ്റ് ആയി പോണേ. ഓ കൊള്ളാം. സത്യമായിട്ട് ഇതെന്നെ സുഖാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളി. പക്ഷെ പ്രോ പ്ലേയേഴ്സിനെതിരെ കളിക്കുമ്പോ ഒരു സുഖമില്ല. ടൊമ്മോനെ റിവെഞ്ച് എടുക്കാൻ ഞാൻ ഒരാളെ കൊണ്ടുവരുന്നുണ്ട്. പുള്ളിയുടെ പേര് ജിൻഡോ എന്നാണ്. പുള്ളി നൈസ് കളിയാണ്. വളരെ നൈസ് കളിയാണ്. പക്ഷെ പുള്ളിക്ക് നല്ല ഡിവൈസ് ഇല്ല, അതുകൊണ്ട് പുള്ളിക്ക് ഞാനൊരു ഐഫോൺ കഴിഞ്ഞ ദിവസം മേടിച്ചു. ഓ ആ ഗോൾ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? ഓ കൊള്ളായിരുന്നു. എനിക്ക് സത്യം പറയട്ടെ, എന്റെ ഗൈസ് എന്റെ ഫോണിന്റെ ഞാൻ എനിക്ക് വീഡിയോ റെക്കോർഡ് അയച്ചത് എന്റെ ഫോണിന്റെ അവസ്ഥ. ഗൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഗോൾ അടിച്ച് കൂട്ടുവാണ്. 10 മുട്ട പറ്റുമോ നോക്കട്ടെ ഗൈസ്. അവൻ തലയിൽ കോഴിമുട്ട പൊട്ടിക്കുന്നത് നമുക്ക് കാണാം ഗൈസ്. അങ്ങനെ പൊട്ടിക്കാണ് ഞാൻ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുന്നതാണ്. ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ ഇന്നത്തോടെ പെപ്സി നിർത്തുകയാണ്. എനിക്കെതിരെയൊക്കെ 10 മുട്ടയ്ക്ക് പൊട്ട അവസ്ഥ ആലോചിച്ചുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിർത്തുവാന്ന്. വലിയ കാര്യമായിട്ട് പെസ്സൊക്കെ എടുത്തതാ. ഉയ്യോ നീ ഒരു ഗോൾ ശരി. ഞാൻ ഇവൻ പെസ് നിർത്തുമെന്ന് പറഞ്ഞോണ്ട് ചുമ്മാ വിട്ടുകൊടുത്താണ് ഗൈസ്. ഇനി ഞാൻ മുട്ട അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, സമാധാനം. എന്നാ പരിപാടിയാ? 10 മുട്ട എന്നാ പറഞ്ഞേ. 10 മുട്ടക്ക് അടിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഗോളെങ്കിലും അടിക്കുന്നത്. ആ ഗോള് കൂട്ടാൻ പറ്റില്ല. ആ കൂട്ടാൻ പറ്റില്ല. അത് മെസ്സിനെ വെച്ച് ഗോളിച്ചാൽ നീ മുട്ട അടിക്കുന്നല്ലേ പറഞ്ഞേ? അത് കഴിഞ്ഞ കളിയല്ലേ പറഞ്ഞേ, അത് ഈ കളിയല്ല. എനിക്ക് ഗോൾ അടിക്കാനുള്ള മൂഡ് പോയി, അതുകൊണ്ടായിട്ട് അടിക്കാത്ത. അല്ലാണ്ട് ഞാൻ ശരിക്കും കളിക്കാത്തോണ്ടല്ല, ഞാൻ ശരിക്കും കംബാക്ക് നോക്കുന്ന ഒരാളാണ് ഗൈസ്. എന്നെ തൊമ്മൂനോട് എന്റെ പറ്റി ഇത് നീ കംബാക്ക് അടിച്ച് ജയിച്ചാൽ തല മുട്ട അടിച്ച് ശൂലവും കുത്തി എന്ത് വേണം ചെയ്യും. ഞാൻ മാൻഡേക്കിന് വെച്ച് ഗോൾ അടിക്കാൻ പറ്റില്ലടാ. അതിന് നമുക്ക് പക്ക ഡ്രിബിളിങ് സ്കിൽസ് വേണം എന്നെ പോലെ. ഓ ഗൈസ്, ഞങ്ങൾ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓ അത് കൊള്ളായിരുന്നടാ, സീനായിരുന്നടാ. വീഡിയോ റെക്കോർഡിംഗ് അല്ലേ? അതെ
10 മിനിറ്റ്. അതെങ്ങനെയാണോ നീ അടിച്ചത്? അതെനിക്ക് കളിക്കാൻ അറിയില്ലാത്തോണ്ടാണ് കേട്ടോ ഗൈസ്. ഇനി എങ്ങനെ പറയാം? അങ്ങനെ പറയാൻ പറ്റൂ. ഓ അത് എന്നെ ഇടിച്ചിട്ടില്ലാടാ നീ ഇടിച്ചിട്ട്. ഓ നീയും പഠിച്ചല്ലേ ഡാഷ് ഒക്കെ ഓടാൻ. ശേ ഓ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി, സോറിയേ. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്തും പറയും. പക്ഷെ അങ്ങനെ പറയുന്നത് നല്ല ശീലമല്ല ഗൈസ്. ഞാൻ അങ്ങനെ ഒന്നും പറയില്ല ഗൈസ്. ഞാൻ മാന്യനാ. തൊമ്മുനോട് ചോദിച്ചാ അറിയാം. അല്ല തൊമ്മു. ആരാ തൊമ്മു? തൊമ്മു നീ എടാ നിന്നെ എല്ലാവർക്കും അറിയാലോ. നിന്നെ എല്ലാവരും തൊമ്മൂന്ന് വിളിച്ചല്ലേ അറിയപ്പെടുന്നത്. ഫുൾ ടൈം വിളിച്ചില്ല കംബാക്ക് അടിച്ചല്ലേ. അല്ല നിനക്ക് എടാ മിനിറ്റ് കൂട്ടിയാൽ മതി, മാച്ചിന്റെ മിനിറ്റ് കൂട്ടിയാൽ മതി ഗൈസ്. അപ്പം ശരി, ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.